സത്യപാലനം എന്താണ്? സത്യപാലനമെന്നു പറഞ്ഞാൽ സത്യമായ കാര്യങ്ങൾ പറയുകയും അതുപോലെ അത് പറയുന്നത് പ്രവൃത്തിപഥത്തിലെത്തിക്കുകയും ചെയ്യുന്നതാണ്. മനസ്സ് അതിന് അനുകൂലമായിരിക്കണം. സത്യപാലനത്തിന് സത്യാസത്യങ്ങളെ തിരിച്ചറിയണം. അതായത് സത്യമേത് അസത്യമേത് എന്ന്. സത്യം പറയുക എന്നാണ് ന്യായമായതും നീതിയുക്തമായതുമായ കാര്യങ്ങൾ യഥാതഥാകളം ക്ലേശമില്ലാതെ പറയുന്നതാണ് സത്യവാക്ക്. അത് സത്യയുക്തമായി നീതിയുക്തമായി ധർമ്മപരമായി ചെയ്യുമ്പോൾ സത്യപാലനമായി. ഒരു ഗൃഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഈ സത്യപാലനം ആവശ്യമായമാണ്, ധർമ്മമാണ്. അത് ഗൃഹത്തിൻ്റെ ഐശ്വര്യത്തിന് ആവശ്യമാണ്. സത്യപാലനം സത്വഗുണമാണ്. സാത്വികർക്കേ അത് സാധ്യമാകൂ. സത്യം പറയാനും പാലിക്കാനുമുള്ള ശക്തി ചെറുപ്രായം മുതൽ ശീലിക്കേണ്ടതാണ്. അത് അത്യാവശ്യമാണ്. തന്മൂലം ഭയക്കാതെ ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാനും സത്യസന്ധതയോടും കൃത്യാനിഷ്ഠ പാലിക്കാനും സാധിക്കും. മുതിർന്നവർ കുട്ടികളെ അതിന് പരിശീലിപ്പിക്കണം. അപ്പോൾ കുട്ടി സത്യനിഷ്ഠനായി വളരും. ഭാവിയിൽ അത് ഗുണമേ ചെയ്യൂ. ആദികാലം മുതൽ തന്നെ സത്യം നിലനിന്നിരുന്നതായി, സത്യസന്ധത പുലർത്തിയിരുന്നതായി പുരാണേതിഹാസങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിന് ആദ്യമൊക്കെ പരാജയം സംഭവിച്ചാലും അവസാനം സത്യം ജയിക്കുക തന്നെ ചെയ്യും. മഹാഭാരത ഗ്രന്ഥം അതിന് തെളിവാണ്. അതിൽ സത്യം ജയിക്കുക എന്നുള്ളതിനുദാഹരണമായുള്ള പല കഥകളുണ്ട്. ഹരിശ്ചന്ദ്രനും ഭീഷ്മരും അതിന് ഉത്തമോദാഹരണങ്ങളാണ്. സത്യം ധർമ്മത്തിൻ്റെ വഴികാട്ടിയാണ്. സത്യം സത്താണ്, ഈശ്വരനാണ്. ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ള സത്തിനെ, ഈശ്വരനെ അറിയുന്നവർ സത്യം അറിയുന്ന സത്യപാതയിൽ ചലിക്കുന്നവർ ധർമ്മതൽപരരായിരിക്കുന്നതാണ്. അവർ പരമാർത്ഥത്തെയും ന്യായത്തെയും നീതിയെയും മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അവർ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും തിന്മയെ നിരാകരിക്കുകയും ചെയ്യുന്നു. അവർ വിവേകികളാണ്. അവർ വിവേകം കൊണ്ട് വേണ്ടതെല്ലാം അറിയുന്നു.